അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പിയുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആർക്കെ ബി.ജെ.പിയുടെ പ്രതിഷേധവും സംഘർഷത്തിൽ കലാശിച്ചു എന്ന് തോന്നുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ആണ് വിജയൻ. ഇപ്പോൾ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ ബി.ജെ.പി ഈ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്തിന് സമീപം ഫിറോസ് ഷാ കോട്ട്ലയ്ക്ക് സമീപമാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണം, ജയിലിൽ ഇരുന്നു കൊണ്ടുള്ള ഭരണം അനുവദിക്കില്ല എന്നാണ് ബി.ജെ.പി പ്രവർത്തകർ വിളിച്ചു പറയുന്നത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനോടകം നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. തത്സമയ ദൃശ്യങ്ങളാണ്. ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ല മൈതാനത്തിന് സമീപമാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞത്. ആർ രാധാകൃഷ്ണൻ തുടരുന്നു. ആർക്കെ ഈ പ്രവർത്തകർ ഇതിനോടകം ഒന്നിലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കാണ് വിജയൻ ഈ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ഈ ഫിറോസ് ഷാ കോട്ട്ല റോഡിന് മുന്നിൽ ഉള്ളത്. ഇവിടെയാണ് ബി.ജെ.പി പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാൻ ഒരു നിര ബാരിക്കേഡുകൾ ബി.ജെ.പി പ്രവർത്തകർ തകർത്തു. അതിനുശേഷം മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ജലപീരങ്കി അടക്കം പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് വിടില്ല എന്നൊരു പ്രഖ്യാപനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ബി.ജെ.പി പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരത് ചെവിക്കൊള്ളുന്നില്ല. സ്ത്രീകളടക്കമുള്ളവരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരെ പിരിച്ചുവിടാനായിട്ടുള്ള ശ്രമം ഇപ്പോഴും പോലീസ് തുടരുകയാണ്. അവരുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ല, അരവിന്ദ് കെജ്രിവാളിന്റെ രാജി അത് യാഥാർത്ഥ്യമാകുന്നത് വരെ തങ്ങൾ മുന്നോട്ട് തന്നെ പോകും എന്ന വിധത്തിലാണ് ബി.ജെ.പി ഇപ്പോൾ പ്രഖ്യാപിച്ച് നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രാവിലെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധി ബി.ജെ.പി പ്രവർത്തകർ പല ഇടങ്ങളിൽ നിന്ന് ചെറു സംഘങ്ങളായിട്ട് ഈ ഷഹീദി പാർക്കിന് സമീപത്തേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചും ഇതൊരു അറസ്റ്റ് ചെയ്ത് നീക്കുക അത് എത്രത്തോളം ഫലപ്രദമാകും എന്നത് അറിയില്ല. ഏതായാലും ഈ റോഡ് ഫിറോസ് ഷാ കോട്ട്ല റോഡ് അത് പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിജയൻ അറിയാവുന്ന പോലെ ഡൽഹിയിലെ ITOയ്ക്ക് സമീപമാണ് ഈ ഫിറോസ് ഷാ കോട്ട്ല റോഡ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഡൽഹിയെ സംബന്ധിച്ച് ഈ ഫിറോസ് ഷാ കോട്ട്ലയ്ക്ക് മുന്നിലൂടെയുള്ള ഈ റോഡ്. അതുകൊണ്ട് അതിലെയുള്ള ഈ ഗതാഗതം നിലയ്ക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പി പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നത്. നിരവധി വലിയ ഒരു സന്നാഹം, പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെയുണ്ട്. അർദ്ധസൈനിക വിഭാഗമുണ്ട്, RAF ഉണ്ട്. പക്ഷേ ഇതിനെ ഒന്നും കൂസലാക്കാതെയാണ് ഇവിടെ ഈ ബി.ജെ.പി പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി ഭരിക്കാനായിട്ട് ഉള്ള അർഹത അറസ്റ്റ് ചെയ്തപ്പെട്ടതോടുകൂടി ഇല്ലാതായി മാറിയിരിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. വിജയൻ. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം, ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പിയുടെ പ്രതിഷേധം. ബി.ജെ.പി മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു ബി.ജെ.പി മാർച്ച് സംഘടിപ്പിച്ചത്. IPOയ്ക്ക് സമീപം ഫിറോസ് ഷാ കോട്ട്ലയിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ ഇപ്പോൾ വൈകാതെ അറസ്റ്റ് ചെയ്തു നീക്കും. നേതാക്കൾ ഇടപെട്ട് പ്രതിഷേധം കൂടുതൽ സംഘർഷഭരിതമാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്ന്.